നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതി മരിച്ചു. ചിറപ്പറമ്പിൽ മനോജിന്റെ ഭാര്യ 39 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ചാലക്കുടി നഗരസഭാ ചെയർമാനായി കോൺഗ്രസിലെ ഷിബു വാലപ്പനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ധാരണ പ്രകാരം എബി ജോർജ് രാജിവെച്ചതിനെ തുടർന്നാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത്. വാർത്തകൾ വിശദമായി. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. COAയുടെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം. കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ്, എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള വിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് KV കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കേരള വിഷന്റെ 12 ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും KV കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം. KV കണക്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരള വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൗട്ടറും സൗജന്യമായി ലഭിക്കും. KV കണക്ട് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. കൂടാതെ കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEB നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്നും VD സതീശൻ ഉറപ്പു നൽകി. ഞാൻ വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നോക്കിക്കാണുന്ന ആളുകളാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കേബിൾ TVയും ഇൻ്റർനെറ്റും സൗകര്യവും കിട്ടുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. നിങ്ങളുടെ ഈ ഒരു സംരംഭം പോലൊരു മനോഹരമായി എടുത്തു കാണിക്കാൻ പറ്റാവുന്ന മാതൃകാപരമായ മറ്റൊരു സംരംഭം കേരളത്തിലില്ല. ശരിക്കും KSEBയുടെ കാര്യത്തിൽ ഞാൻ പണ്ട് അസംബ്ലി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് തന്നെ, നിങ്ങൾ പഴയ ഭാരവാഹിയല്ലേ, അത് ഉറപ്പായിട്ട് നമുക്ക് ശ്രദ്ധിക്കുക. ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനമുണ്ട്. നിങ്ങളുടെ നിന്ന് കാശ് എല്ലാ വർഷവും മേടിക്കുകയും മറ്റവർക്ക് എല്ലാവർക്കും വലിയ ഇത് കൊടുക്കുകയും ചെയ്യും. അത് ഉറപ്പായിട്ട് നമ്മൾ നിയമസഭയിൽ തന്നെ ഞങ്ങളത് കൊണ്ടുവന്ന് അതിനകത്തൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള വാക്കുകൂടി. KV കണക്ട് വഴി കേരള വിഷൻ ഉപഭോക്താക്കൾ അല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും. കൂടാതെ KV കണക്ട് പ്ലാൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ, ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതി മരിച്ചു. ചിറപ്പറമ്പിൽ മനോജിന്റെ ഭാര്യ 39 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ലക്ഷ്മി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി. കരുപ്പടന്ന സ്വദേശി അഷ്റഫ് പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ലക്ഷ്മിയെ ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചാലക്കുടി നഗരസഭാ ചെയർമാനായി കോൺഗ്രസിലെ ഷിബു വാലപ്പനെ തെരഞ്ഞെടുത്തു. 28 വോട്ട് ഷിബു വാലപ്പന് ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥി LDFിലെ CS സുരേഷിന് 5 വോട്ട് ലഭിച്ചു. 36 അംഗ കൗൺസിലിൽ കോൺഗ്രസ് 28, LDF 5, സ്വതന്ത്രം 3 എന്നിങ്ങനെയാണ് കക്ഷിനില. സ്വതന്ത്ര അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ചാലക്കുടി DFO M വെങ്കടേശ്വരൻ രണാധികാരിയായിരുന്നു. കോൺഗ്രസിലെ ധാരണ പ്രകാരം എബി ജോർജ് രാജിവെച്ചതിനെ തുടർന്നാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത്. നിലവിൽ വൈസ് ചെയർപേഴ്സണായ ഷിബു വാലപ്പന്റെ ഭാര്യ ആലീസ് ഷിബു ധാരണ പ്രകാരം നാളെ രാജിവെക്കും. തുടർച്ചയായി 4ാമത്തെ തവണയാണ് ഷിബു വാലപ്പനും ആലീസ് ഷിബുവും കൗൺസിലിലെത്തുന്നത്.
ഡ്രങ്കൻ സോങ്സ് ഓഫ് ലവ് എന്ന പേരിൽ ജ്യോതി ഉണ്ണിരാമൻ വിവർത്തനം ചെയ്ത ബക്കർ മേത്തലയുടെ പ്രണയത്തിന്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഡോക്ടർ രാജു വള്ളിക്കുന്നം പ്രകാശനം ചെയ്തു. MES അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ KP സുമേധൻ, വിവർത്തകനായ ജ്യോതി ഉണ്ണിരാമൻ, തുമ്പൂർ ലോഹിതാക്ഷൻ, ഡോക്ടർ JC ഡേവിഡ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ K കേശവൻ നമ്പൂതിരി, ബക്കർ മേത്തല എന്നിവർ സംസാരിച്ചു. MES കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രകാശന ചടങ്ങിന് ഡോക്ടർ അമിത നേതൃത്വം നൽകി. Not only in poetry, but in other areas also, we were associated. So, to release a collection of poems in English by Mr. Bethala is something like very happy moments to me. I think he first published the collection of poems, love poems in Malayalam, and it has the title Unmatta Gita. I think he has taken the title following Bible, Solomon's songs in Bible. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാള ഏരിയ പ്രതിനിധി സമ്മേളനം നടന്നു. പുത്തഞ്ചിറയിൽ നടന്ന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാധന പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ലഭ്യമാകുന്നതിന് ഏതെല്ലാം രേഖകൾ സമർപ്പിക്കണം എന്ന് വരെ അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മെമ്പർ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ മറുപടി പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ മാതൃകകൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ഏരിയകളിലും ചില സംഘങ്ങളിലൊക്കെ ഞാൻ ചിലപ്പോൾ പങ്കെടുക്കാൻ പോകുമ്പോൾ ചില കൺവീനർമാർ മാതൃകകൾ മറിച്ചേ നോക്കിയിട്ടില്ല. ഇവിടുന്ന് വാങ്ങിച്ച അതേ രീതിയിൽ തന്നെ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയില്ല? അടുത്ത കൺവീനർ മാറുമ്പോൾ കേട് വരാതെ കൊടുക്കാൻ. അങ്ങനെയില്ല ഇവിടുത്തെ കൺവീനർമാര് ഉണ്ടല്ലേ? ഇല്ല. അപ്പൊ ആ മാറിയ ഫ്രണ്ട് പേജില് ഏത് ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്? ജില്ലാ കമ്മിറ്റി അംഗം അൻസിയ റഹ്മത്തുള്ള, TA ഉണ്ണികൃഷ്ണൻ, ലീല ശശിധരൻ, ബീന ഉണ്ണികൃഷ്ണൻ, KK യൂസഫ്, രമണി പരമേശ്വരൻ, ലിജി ബിജു, സന്ധ്യ ടൈറ്റസ് എന്നിവർ സംസാരിച്ചു. മാള വലിയപറമ്പ് അതിയാരത്ത് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും താലപ്പൊലി മഹോത്സവവും ആഘോഷിച്ചു. പകൽ പൂരം, ദീപാരാധന, നിറമാല, താലം വരവ്, താലി സ്വീകരണം, തായമ്പക, എഴുന്നള്ളിപ്പ്, മഹാഗുരുതി എന്നിവ നടന്നു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. കൊടിയേറ്റവും തുടർന്ന് നടന്ന ദിവ്യബലിക്കും ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയാപുരയ്ക്കൽ കാർമ്മികനായി. വെള്ളിയാഴ്ച വൈകിട്ട് 5-നുള്ള ദിവ്യബലിയെ തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിക്കലും ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. ശനിയാഴ്ച വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പ് നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച പകൽ 10-നുള്ള തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4-ന് തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും. തിങ്കളാഴ്ച വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പ്, രാത്രി 8-ന് ടൗൺ അമ്പ് പ്രദക്ഷിണം എന്നിവയുണ്ടാകും. 16-ന് 8-ാം ഇടം ആഘോഷിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു.
ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതി മരിച്ചു. ചിറപ്പറമ്പിൽ മനോജിന്റെ ഭാര്യ 39 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ചാലക്കുടി നഗരസഭാ ചെയർമാനായി കോൺഗ്രസിലെ ഷിബു വാലപ്പനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ധാരണ പ്രകാരം എബി ജോർജ് രാജിവെച്ചതിനെ തുടർന്നാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.